ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള PSC ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അപ്ഡേഷൻസ് ആണ്. നമ്മൾ എല്ലാ വീക്കിലും ഇങ്ങനെ അപ്ഡേഷൻസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ലബോറട്ടറി അസിസ്റ്റന്റ് പതുക്കെ പ്രിലിമിനറിയുടെ റിസൾട്ടുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് മാർക്കെങ്കിലും പ്രിലിംസിന് ഉണ്ടെങ്കിൽ PSCയുടെ ആൻസർ കീ വെച്ച് നോക്കുമ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ മെയിൻസിനായിട്ട് പഠിച്ചു തുടങ്ങിക്കോളൂ. എന്തായാലും റിസൾട്ട് ഈ ഒരു വീക്കിലൂടെയൊക്കെ എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ LGSന്റെ ഇതുപോലെ തന്നെയായിരുന്നു. LGSന്റെ റാങ്ക് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ഒക്കെ വന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് LGSന്റെ സാധ്യതാ ലിസ്റ്റില് കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും കൂടുതൽ 1088 പേരുടെ വർധനവുണ്ടായിട്ടുണ്ട്. പുതിയ ലിസ്റ്റില് 17,706 പേരുമായിട്ടാണ് LGSന്റെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത്. മെയിൻ ലിസ്റ്റില് 306ഉം സപ്ലൈ ലിസ്റ്റില് 1167 വീതം വർധന ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ കട്ട് ഓഫുകളൊക്കെ ചെയ്തതാണ്. അപ്പൊ ഇത്തവണത്തെ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയിൽ 9 ജില്ലകളിൽ കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും കട്ട് ഓഫ് കുറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ഇത്തവണ ഏറ്റവും കൂടിയ കട്ട് ഓഫ് ഉള്ളത് പാലക്കാട് ജില്ലയിലാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും കുറവ് ഇടുക്കി ജില്ലയിലാണ്. പക്ഷെ കട്ട് ഓഫ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഇനിയിപ്പോ അങ്ങനെ അപ്ലൈ ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾ നന്നായി പഠിച്ചെങ്കിൽ മാത്രമേ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഇത് തിരിഞ്ഞു വരാറുണ്ട് കേട്ടോ. ഇനി അടുത്തത് പറയുന്നത് സബ് ഇൻസ്പെക്ടർ. എന്റെ റാങ്ക് ലിസ്റ്റ് കഴിയാറായി. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം 608 നിയമനങ്ങൾ നടന്നപ്പോൾ ഇപ്രാവശ്യം വെറും 88 നിയമനങ്ങൾ മാത്രമേ ഉള്ളൂ. SA റാങ്ക് ലിസ്റ്റ് കാലാവധി 1 മാസം കൂടെ ഉണ്ട്. അപ്പൊ ഇതുവരെ നടന്നത് 8% നിയമന ശുപാർശയാണ്. അതായത് ഇതിനകത്തിൽ ആകെ 88 പേർക്ക് ജോലി ലഭിച്ചിട്ടുണ്ടെങ്കിലും 22 എണ്ണം NJD ആണ്. അപ്പൊ യഥാർത്ഥ നിയമനം 66 മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം 608 നിയമനങ്ങളാണ് നടന്നതെന്നും കൂടെ പറയുന്നുണ്ട്. പുതിയ റാങ്ക് ലിസ്റ്റ് അടുത്ത മാസം വരുന്നതാണ്. പിന്നെ എറണാകുളം ജില്ലയിലെ LD ക്ലർക്ക് റാങ്ക് ലിസ്റ്റ് നിയമന ശുപാർശ 1055 ആയിട്ടുണ്ട്. 13 പുതിയ ഒഴിവിലേക്കും ഒരു NJD ഒഴിവിലേക്കും ഏപ്രിൽ 22 നിയമന ശുപാർശ നൽകി. സോ ഓപ്പൺ മെറിറ്റ് എറണാകുളം ജില്ല 726 ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ല LD ക്ലർക്ക് ലിസ്റ്റിൽ നിന്നും 12 പേർ കൂടെ ഉടൻ നിയമനം ലഭിക്കും. അതും കൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കാം. പിന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പത്തനംതിട്ടയിൽ വീണ്ടും നിയമനം നടന്നിട്ടുണ്ട്. അതും ASMന് വേക്കൻസി ഇല്ല എന്ന് പറയുന്നവർ അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ KS നമുക്കറിയാലോ. KSന്റെ 3 സ്ട്രീമുകളിലായിട്ട് പ്രാഥമിക പരീക്ഷ നടക്കുന്നത് ജൂൺ 14-നാണ്. 1.9 ലക്ഷം പേരാണ് പരീക്ഷ എഴുതുന്നത്. 36,809 അപേക്ഷകര് അസാധുവായി പോയിട്ടുണ്ട്. അപ്പൊ ഈ പ്രാവശ്യത്തില് ആകെ കൺഫർമേഷൻ നൽകിയത് 1,90,000 പേര് മാത്രമേ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. അതിൽ സ്ട്രീം 1-ല് 1,80,307 സ്ട്രീം 2 വന്നപ്പോഴത്തേക്ക് 9,652 പേര്, സ്ട്രീം 3 വന്നപ്പോൾ 893 പേരും കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ 35,635 പേര് സ്ട്രീം 1-ൽ അസാധുവാകാൻ മെയിൻ കാരണം കൺഫർമേഷൻ കൊടുക്കാൻ തന്നെയാണ്. സോ ജൂൺ 14-നാണ് ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള എക്സാം നടക്കുന്നത്, പ്രിലിംസ് നടക്കുന്നത്. സോ ഇതുപോലെയുള്ള അപ്ഡേഷൻസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ കോഴ്സുകളൊക്കെ തന്നെ www.challengerup.in ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് www.challengerup.in ഇതിലേക്ക് ചെല്ലുക. ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രോഡക്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.